നിങ്ങൾക്ക് ക്രോഷ്യ ചെയ്ത് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ ക്രോഷ്യ ബിഗിനറാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ക്രോഷ്യ ചെയ്യാൻ പഠിക്കുക കേട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ടു യാൺ അവർ കോഫി യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബിഗിനേഴ്സിന് ഈവൻ കുറച്ച് ചെയ്ത് തുടങ്ങിയ ആൾക്കാർക്ക് വരെ പറ്റുന്ന കുറച്ചധികം മിസ്റ്റേക്സ് ആണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഈ ഒരു മിസ്റ്റേക്സ് ഓൾറെഡി നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് ക്രോഷ്യ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ, അതായത് പ്രൊജക്റ്റുകൾ തെറ്റിപ്പോകുന്നത് ഒഴിവാക്കാം. അപ്പം ഞാൻ എൻ്റെ മാക്സിമം ഇതിൽ നന്നായി പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതല്ലാതെ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതിയേ. എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പഠിച്ച പോലെ തെറ്റിച്ച് ഫുൾ അഴിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. പകരം ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഏകദേശം മനസ്സിലാവും. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. ബിഗിനേഴ്സിന് പറ്റുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് ഏത് ലൂപ്പിലാണ് നമ്മളിനി അടുത്തത് ചെയ്ത് തുടങ്ങണ്ടേ എന്നുള്ളത് അറിയാൻ പാടില്ല. അതായത് അവർ പറയാണ് ഇൻ ദ നെക്സ്റ്റ് സ്റ്റിച്ച് ഡബിൾ ക്രൂഷ്യ ചെയ്യൂ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എവിടെയാണ് ഡബിൾ ക്രൂഷ്യ ചെയ്യേണ്ടത്, ഏത് സ്റ്റിച്ചിലോട്ടാണ് അല്ലെങ്കിൽ ഏത് ലൂപ്പിലാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്നറിയാൻ പാടില്ല. നമുക്കപ്പോൾ നോക്കിയാലോ എന്തൊക്കെ ലൂപ്പ് ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഉള്ള ലൂപ്പ് ഇത് കണ്ടോ, ഏത് സ്റ്റിച്ച് ചെയ്താലും നമുക്ക് ഇങ്ങനെ ഒരു വി ഷേപ്പ് ഫോം ആവും. ഈ വി ഷേപ്പിൽ ഇത് നമ്മുടെ ബാക്ക് ലൂപ്പ്, ഫ്രണ്ടിലിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട് ലൂപ്പ്. അപ്പോൾ ഈ ഒരു ഷേപ്പ് ഫ്രണ്ടും ഈ ഒരു ഷേപ്പ് ബാക്ക് ലൂപ്പും. ഇതല്ലാതെ ഈ സ്റ്റിച്ചിൻ്റെ അണ്ടർ ഈക്കോടെ ഇത് കണ്ടോ അക്രോസ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് അണ്ടർ ദ വി സ്റ്റിച്ച് എന്ന് പറയാം. ഓക്കെ, അണ്ടർ ദ വി ഷേപ്പ് എന്ന് പറയുന്നത് ഇത് ഫ്രണ്ട് ലൂപ്പ്, ബാക്ക് ലൂപ്പ്. അപ്പോൾ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, മിക്കവാറും ഒരു ക്രിയേറ്റർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇതിലാണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന്. ഇനി ഇത് കൂടാണ്ട്, ഇതാണ് കോമൺ ആയിട്ട് വരുന്ന ലൂപ്പുകൾ. ഇത് കൂടാണ്ട് വരുന്ന ഒരു ലൂപ്പ് എന്താണെന്ന് അറിയും, പോസ്റ്റ് സ്റ്റിച്ചസ് ആണ്. പോസ്റ്റ് സ്റ്റിച്ചസിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാനിതിൽ കാണിച്ചുതരാം. അതായത് വി ഷേപ്പിൽ കൂടെ ഇൻസേർട്ട് ചെയ്യാണ്ട് പകരം ഈ ഒരു സ്റ്റിച്ചിൻ്റെ പോസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് കണ്ടോ, ഈ ഒരു ലെഗിനെയാണ് പോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലെഗിനെയാണ് പോസ്റ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട് പോസ്റ്റും ഉണ്ട്, ബാക്ക് പോസ്റ്റും ഉണ്ട്. ഫ്രണ്ട് പോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിത് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യണം. ഓൾറൈറ്റ്, നമ്മൾ വി ഷേപ്പിൽ കൂടെയല്ല, ഇങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുക. അതേസമയം ബാക്ക് പോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്കിൽ കൂടെ എടുത്ത് റിട്ടേൺ നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. ഇങ്ങനെ വരും. അതായത് ബാക്കിലാണ് ആ ഒരു ബൾജ് വരെ, ഇങ്ങനെയായിരിക്കും ഇൻസേർട്ട് ചെയ്യുക. ഇൻ കേസ് നിങ്ങളുടെ ക്രിയേറ്റർ അല്ലെങ്കിൽ നിങ്ങൾ നോക്കി പഠിക്കുന്ന ഡിസൈനർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല ഏത് ലൂപ്പിൽ കൂടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിനർത്ഥം ഈ ഒരു വീട് അണ്ടറിൽ കൂടെ ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഫ്രണ്ട് ലൂപ്പ് ആണെങ്കിൽ FLO എന്ന് കൊടുക്കും, ബാക്ക് ലൂപ്പ് ആണെങ്കിൽ BLO എന്ന് കൊടുക്കും. കൂടെ ഏത് സ്റ്റിച്ചാണോ ചെയ്യേണ്ടത്, ഇപ്പോൾ ബാക്ക് ലൂപ്പ് ഉള്ളി പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട് പോസ്റ്റിന് FP എന്നിടും. അപ്പോൾ ഡബിൾ ക്രോഷ്യാണ് നമുക്ക് ഫ്രണ്ട് പോസ്റ്റിൽ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ FP DC എന്നിടും. ഇത് തന്നെ ബാക്ക് ലൂപ്പ് ആണെന്നുണ്ടെങ്കിൽ DC BLO എന്നിടും. അപ്പോൾ സ്റ്റിച്ചും ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഏത് ലൂപ്പിൽ കൂടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ മെൻഷൻ ചെയ്യാത്ത എല്ലാ സാഹചര്യത്തിലും നമ്മൾ വീട് അണ്ടറിൽ കൂടെ നോർമലായിട്ടാണ് ഇൻസേർട്ട് ചെയ്യുക. ഇതാണ് കോമൺ ആയിട്ട് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഒരു ടെക്സ്ചർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ബാക്ക് ലൂപ്പ്, പോസ്റ്റ് സ്റ്റിച്ചസ് എല്ലാം വരുന്നത്. നിങ്ങൾ ചില പാറ്റേൺ ഫോളോ ചെയ്തിട്ടും അതിനനുസരിച്ച് കറക്റ്റായിട്ട് ആ ഒരു ടെക്സ്ചർ ഫോം ചെയ്യാണ്ടിരിക്കുകയാണ് ലാസ്റ്റ് എൻഡിൽ വരുമ്പോൾ തോന്നിയിട്ടില്ലേ? അത് ഇതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ കറക്റ്റായിട്ട് ഏത് ലൂപ്പിലാണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് കറക്റ്റായിട്ട് പാറ്റേൺ റീഡ് ചെയ്ത് ഫോളോ ചെയ്യുക. ടെക്സ്ചർ ഉള്ളതാണെങ്കിൽ മെയിൻലി അതിന് ഈ പറഞ്ഞ ബാക്ക് ലൂപ്പോ ഫ്രണ്ട് ലൂപ്പോ അല്ലെങ്കിൽ പോസ്റ്റ് സ്റ്റിച്ചസോ ഉള്ളത് കൊണ്ടായിരിക്കും കേട്ടോ. ഇനി രണ്ടാമത് എല്ലാവർക്കും പറ്റുന്ന ഒരു ബിഗിനർ മിസ്റ്റേക്കാണ് ടെൻഷൻ. നമ്മുടെ ഓരോരുത്തരുടെയും ടെൻഷൻ എന്ന് പറയുന്നത്, ഞാൻ മെൻ്റലി ഉള്ള ടെൻഷൻ്റെ കാര്യമല്ല പറഞ്ഞത്, നമ്മുടെ യാണും ഹുക്കും തമ്മിലുള്ള ടെൻഷൻ, അതായത് നമ്മുടെ കൈയുടെ ടെൻഷൻ. നമ്മൾ ചിലർ ഭയങ്കര ടൈറ്റായിട്ട് ചെയ്യും, ചിലർ ഭയങ്കര ലൂസായിട്ട് ചെയ്യും. അപ്പം നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ക്രോഷിയർ ആണെന്ന് കണ്ടുപിടിക്കുക. അത് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞൊരു വീഡിയോ ഞാൻ മുകളിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾ കണ്ടു നോക്കൂ. അതിനനുസരിച്ച് നമ്മൾ ഇപ്പം നമ്മളൊരു ക്രിയേറ്റർ, നമ്മൾ ഈ പാറ്റേൺ എടുത്തിട്ട് നമ്മൾ ആ പാറ്റേൺ വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് സെയിം ഹുക്ക് വെച്ചിട്ട് ചെയ്തിട്ടും നമുക്ക് ചെറുതായിട്ടോ വരുന്നു അല്ലെങ്കിൽ വലുതായിട്ട് വരുന്നു, അവർ പറഞ്ഞ പാറ്റേണേക്കാളും ചെറുതായിട്ടോ വലുതായിട്ടോ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലെ ടെൻഷൻ്റെ കുഴപ്പമാണ്. അല്ലാതെ യാണിൻ്റെ പ്രശ്നമോ നിങ്ങളുടെ പ്രശ്നമോ ആരുടെയും പ്രശ്നമല്ല. അത് എങ്ങനെ തിരുത്താം എന്നുള്ളതും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഒത്തിരി ടൈറ്റായിട്ടാണ് പിടിക്കുന്നതെങ്കിൽ മാക്സിമം
ഒരു ഹുക്ക് വലുത് ഉപയോഗിക്കാൻ നോക്കുക. അതല്ല നിങ്ങൾ ലൂസായിട്ട് പിടിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു സൈസ് ഹുക്ക്, അവർ റെക്കമെൻഡഡ് ഹുക്ക് സൈസിൽ നിന്ന് ഒരു സൈസ് കുറച്ച് എടുക്കുക. അപ്പം അതൊക്കെ ചെയ്ത് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു പാറ്റേൺ വരും. ഇനി ഇത് തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വലിയ സൈസ് വേണമെന്നുണ്ടെങ്കിൽ ഹുക്ക് ഒരെണ്ണം വലുതെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വലുതായിട്ട് അത് സെയിം പാറ്റേണിൽ തന്നെ കുറച്ചും കൂടി വലുതായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യുക. മെയിനായിട്ട് കണ്ടുവരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹുക്ക് തന്നെയാണ്. ഈ ഹുക്കിന് ആവശ്യമില്ലാതെ ബലം കൊടുക്കുക. അപ്പോൾ ഒത്തിരി നമ്മൾ ടൈറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ റിസ്റ്റ് ഉണ്ടല്ലോ, ഈ റിസ്റ്റും ഈ ഒരു ഫിംഗർ പോർഷനും, അതായത് ഇവിടെയാണ് നമ്മൾ പ്രഷർ കൊടുക്കുക. കണ്ടോ, ഇവിടെ പ്രഷർ കൊടുക്കുമ്പോൾ ഇവിടെയും പ്രഷർ വരും, ഇവിടെയും പ്രഷർ വരും. നിങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ നോക്കിക്കേ, കുഴപ്പമില്ല, കണ്ടോ. പക്ഷേ പ്രഷർ നമുക്ക് എൻ്റെ ഒരു മസിലിലുണ്ടാകുന്ന ടെൻഷൻ്റെ വ്യത്യാസം കണ്ടോ. ഇനി ജസ്റ്റ് വളരെ നൈസായിട്ട് പിടിച്ചാൽ മതി. നമുക്ക് വേറെ ഒരു ടെൻഷനും ഇതുമ്മ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നൈസായിട്ട് പിടിച്ചാലും നമ്മളിത് തമ്മിൽ മൽപ്പിടുത്തൊന്നും നടത്തുന്നില്ലല്ലോ. ജസ്റ്റ് നോർമലായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് യൂസ്ഡ് ആവാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഒരു 20 മിനിറ്റ്സ് കൂടുമ്പോൾ നമ്മൾ സ്ക്രീൻ ടൈം ഒക്കെ കൊടുക്കില്ലേ, സ്ക്രീൻ ടൈമിൽ 20 മിനിറ്റ്സ് കൂടുമ്പോൾ നമ്മുടെ കണ്ണ് നമ്മൾ പുറത്തോട്ട് നോക്കണം, അതായത് സ്ക്രീനിൽ നിന്ന് മാറ്റി നോക്കണം. അത് കണ്ണിന് കേടാണ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെയാണ് നമ്മുടെ കൈയുടെ ഹെൽത്ത് നോക്കുക. അപ്പോൾ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെ ജസ്റ്റ് നമ്മുടെ കയ്യിലൊരു ബോൾ എന്തെങ്കിലും ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യാം. നമ്മുടെ സ്മൈലി ബോളൊക്കെ ഇല്ലേ, അതുണ്ടെന്ന് ഇമാജിൻ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിംഗേഴ്സിന് നല്ലൊരു റിലാക്സേഷൻ കിട്ടും. അതല്ലാതെ റിസ്റ്റിന് റിലാക്സേഷൻ കിട്ടാൻ ഇങ്ങനെ ഒരു 10 വട്ടം ട്വിസ്റ്റ് ചെയ്ത് റൗണ്ട് ചെയ്താൽ മതി. ഇങ്ങോട്ടും ചെയ്യുക, റൈറ്റ് ടു ലെഫ്റ്റും ചെയ്യുക, ലെഫ്റ്റ് ടു റൈറ്റ്. മിനിറ്റ്സ് കൂടുമ്പോൾ ഒരു അലാം സെറ്റ് ചെയ്യുക, 20 മിനിറ്റ്സ് കൂടുമ്പോൾ ഇത് ചെയ്യുക. ഓക്കെ, ഈ ഒരു റിസ്റ്റ് ബാൻഡ് കേട്ടോ, ഈ റിസ്റ്റ് ബാൻഡ് ആക്ച്വലി ഹീറ്റിൻ്റെ റിസ്റ്റ് ബാൻഡാണ്. അതായത് ഇത് അപ് ടു 60 വരെ പോവും. ഓക്കെ, 40 ഡിഗ്രി മുതൽ 60 ഡിഗ്രി വരെ പോവും. നന്നായി ഹീറ്റ് ചെയ്യും. അതേപോലെ 3 വൈബ്രേഷൻ സെറ്റിംഗ് ഉണ്ട്. വേണ്ടെങ്കിൽ വൈബ്രേഷൻ വേണ്ട, ഹീറ്റ് വേണമെന്നുണ്ടെങ്കിലും ഹീറ്റ് ഓഫ് ആക്കാം കേട്ടോ. ഇത് ജസ്റ്റ് USB ചാർജിങ് പോർട്ടാണ്, ഇത് വെച്ചിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ, എനിക്കിത് നന്നായി തോന്നി, അങ്ങനെ ഞാൻ മേടിച്ചു, അത്രേ ഉള്ളൂ. ഇതിങ്ങനെ ജസ്റ്റ് ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. ഇത് കണ്ടോ, സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് ഇത് ഓണാക്കി കഴിഞ്ഞാൽ അരമണിക്കൂറാണ് ഇതിൻ്റെ കട്ട് ഓഫ് ടൈം. അരമണിക്കൂർ നമുക്ക് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പിന്നെ നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഓണാക്കി തന്നെ ഉപയോഗിക്കണം. പക്ഷേ ചാർജും അത്യാവശ്യം നിൽക്കുന്നുണ്ടെങ്കിൽ 3-4 വട്ടം യൂസ് ചെയ്യാൻ പറ്റും, അത്രയേ ഉള്ളൂ. പക്ഷെ ഇത് വേണമെന്നില്ല. ഞാൻ നന്നായി ഇത് ഉപയോഗിക്കും, അതുകൊണ്ട് മാത്രമാണ് ഞാനിത് മേടിച്ചത്. ഇത് മേടിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. ഞാൻ മേടിച്ചിട്ട് ലിങ്ക് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. എനിക്ക് തോന്നുന്നു 6 പൗണ്ട് എന്തോ ആണ് ആയത് ഞാൻ മേടിച്ചപ്പോൾ. ആമസോണിൽ, ഇന്ത്യൻ ആമസോൺ വെബ്സൈറ്റുകളിലും ഇത് കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഞാൻ കണ്ടായിരുന്നു. ഞാൻ പറ്റിവെച്ചാൽ അതിൻ്റെ ലിങ്കും കൂടെ കിട്ടുകയാണെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുക കേട്ടോ. ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല, ഇതിന് ഇഗ്നോറൻസ് ആണ്. അതായത് നമ്മൾ ചിലപ്പോൾ അറിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ സ്റ്റിച്ച് മാർക്കർ, ആവശ്യത്തിൽ കൂടുതൽ സ്റ്റിച്ച് മാർക്കർ നമ്മുടെ കയ്യിലിരിക്കുക. ഓക്കെ, ഈ സ്റ്റിച്ച് മാർക്കർ നമ്മൾ ഉപയോഗിച്ച് തന്നെ പഠിക്കുക. നമ്മളൊരു സ്റ്റിച്ചിൻ്റെ സ്റ്റാർട്ടിങ്, ഒരു സ്റ്റിച്ചിൻ്റെ എൻഡിങ്, അതേപോലെ സ്പെഷ്യലി മാജിക് റിങ് ചെയ്യുമ്പോൾ സ്റ്റിച്ച് മാർക്കേഴ്സ് അത്യാവശ്യമായിട്ട് ഉപയോഗിച്ച് തന്നെ പഠിക്കുക. ഏതൊരു വലിയ ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിലും, നമ്മൾ എത്ര ക്രോഷ്യ ചെയ്യാൻ എക്സ്പേർട്ട് ആണെന്നുണ്ടെങ്കിലും, നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് ഈ സ്റ്റിച്ച് മാർക്കേഴ്സ്. കാരണം നമുക്കിങ്ങനെ എല്ലാത്തിൻ്റെയും ട്രാക്ക് ചെയ്ത് കൗണ്ട് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. അതിലൊരു വ്യത്യാസം വരും, അതിലൊരു പ്രശ്നം വരും. അപ്പോൾ ഉറപ്പല്ല ഞാൻ പറയുന്നത്, പക്ഷെ അത് സ്വാഭാവികമാണ്. അതായത് നമുക്ക് അത്രയും ഫോക്കസ് ചെയ്ത്, ഇപ്പോൾ പ്രത്യേകിച്ച് ലോങ് സ്റ്റിച്ചസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതെങ്ങനെയൊക്കെ എവിടെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ള ഒരു ലോങ് വീഡിയോ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടി ഇത് മേടിച്ച് പൈസ കളയണ്ട, സ്റ്റിച്ച് മാർക്കർ മേടിച്ച് നിങ്ങൾ പൈസ കളയണ്ട. പകരം സേഫ്റ്റി പിൻ, ഹെയർ ക്ലിപ്പ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, നിങ്ങൾക്കത് ഹെയർ ക്ലിപ്പ് മാത്രമല്ല, നമ്മുടെ പേപ്പർ ക്ലിപ്പില്ലേ, പേപ്പർ ക്ലിപ്പ്, ഹെയർ ക്ലിപ്പ്, നമ്മുടെ ഈർക്കിളി സ്ലൈഡ്, അല്ലെങ്കിൽ മറ്റേ ക്ലിപ്പ്, അങ്ങനത്തെ എന്ത് കയ്യിലുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ സ്ലൈഡ് ഇല്ലേ, മറ്റേ ടിക് ടാക് സ്ലൈഡ്, അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് ടൂളായിട്ട് ഉപയോഗിക്കാം. സേഫ്റ്റി പിന്നൊക്കെ എല്ലാവരുടെയും കയ്യിൽ എന്തായാലും ഉണ്ടാവുമല്ലോ, ആ സേഫ്റ്റി പിൻ ഉപയോഗിച്ചാൽ മതി. കാരണം ഞാൻ പറഞ്ഞുതരാം, സേഫ്റ്റി പിൻ പോലെ തന്നെ ഈ സാധനം പെട്ടെന്ന് ലൂസാവും. എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 10-12 എണ്ണം ഉണ്ടായി. ഇപ്പം ഞാൻ തപ്പിയിട്ട് ആകെക്കൂടി ഈ 5 കാണുന്നുള്ളൂ.
അതായത് ഞാൻ ഈ വർഷം മേടിച്ച പുതിയ സ്റ്റിച്ച് മാർക്കർ എനിക്ക് ആകെ ഇത്രേ കാണുന്നുള്ളൂ. അപ്പോൾ ഇത് മേടിച്ച് പൈസ കളയണോണ്ട് വലിയ ഉപകാരമില്ല. പിന്നെ ചിലരിങ്ങനെ കളക്ട് ചെയ്യും, അതായത് നല്ല ക്യൂട്ടായിട്ട് കാണുന്ന സ്റ്റിച്ച് മാർക്കേഴ്സൊക്കെ കളക്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതൊക്കെ ഓക്കെ, കളക്ഷന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യമാണ്, അതുകൊണ്ട് തന്നെ ഇതിന് പൈസ കളയേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ ചിലർ ഈ പറഞ്ഞ നൂല് തന്നെ വെച്ചിട്ട് ചെയ്യണമായിരുന്നു. പക്ഷെ നൂല് വെച്ചിട്ട് എനിക്ക് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂല് ഡിസ്പ്ലേസ് ആയി പോകാറുണ്ട്. എനിക്കത് കറക്റ്റായിട്ട് കൗണ്ട് കിട്ടാറില്ല. എനിക്ക് അതിൻ്റെ ടെക്നിക്ക് എനിക്ക് ഇതുവരെ പിടിയിട്ടിട്ടില്ല. അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇനി ഞാൻ പറയാൻ പോകുന്നത് വെരി കോമൺ ആയിട്ട് വന്നുകൊണ്ടിരുന്ന, അതായത് എൻ്റെ ഫസ്റ്റ് വീഡിയോകളിൽ ഒത്തിരി കമൻറ്റ് വന്നുകൊണ്ടിരുന്നത്, ഇപ്പോഴും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലർ പറയുന്നുണ്ടാവും, കമൻറ്റ് വന്നുകൊണ്ടിരുന്നതാണ് ഞാൻ ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ പറയും ഇത് സിംഗിൾ ക്രോഷ്യ അല്ലേ, ഡബിൾ ക്രോഷ്യ അല്ലല്ലോ എന്ന് പറയും. ഇതിൻ്റെ കാരണം വെരി സിമ്പിളാണ്. ഞാൻ ഉപയോഗിക്കുന്ന ടേംസും നിങ്ങൾ പഠിച്ച ടേംസും രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഓരോ ക്രിയേറ്ററും ഏത് ടൈപ്പ് ഓഫ്, അതായത് UK ടേംസ് ഉണ്ട്, US ടേംസ് ഉണ്ട്, ഇത് രണ്ടുമാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ അതിൻ്റെ ടേബിളാട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. UK ടേംസും US ടേംസും തമ്മിൽ നിങ്ങൾക്ക് വ്യത്യാസം വരുന്നത് കൊണ്ട്, അതായത് ആ വ്യത്യാസം അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം വരുന്നത്. ഇത് പ്രശ്നം വരാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UK ടേമിലും US ടേമിലും നമുക്ക് ഡബിൾ ക്രോഷ്യ ഉണ്ട്. പക്ഷേ ആ ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത് രണ്ട് വ്യത്യാസമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് വരുന്നത് കേട്ടോ. പക്ഷേ അതിനെക്കുറിച്ച് ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് നമ്മുടെ ബുക്കിൽ ഞാനത് കറക്റ്റ് ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെഫറൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഡൗൺലോഡഡ് കോപ്പി ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വ്യത്യാസം മനസ്സിലാവും. ഇത് തന്നെ ഒരു ലോങ് വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുന്നത്. ബാക്കിയൊക്കെ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.